ഞാൻ 2 ഉദാഹരണം പറയാം. ഒന്ന്, OCCRP എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ട് പ്രോജക്റ്റ് എന്നാണ് അതിന്റെ പേര്. ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ ചെയ്യുന്നത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഘടിതമായ കുറ്റകൃത്യങ്ങളെ കുറിച്ചും അഴിമതിയെ കുറിച്ചുമൊക്കെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. കേൾക്കുമ്പോൾ എന്തൊരു ഭംഗിയുള്ള കാര്യമാണ്, എന്തൊരു വലിയ കാര്യമാണ്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വലിയ അഴിമതികളെ കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇവർ പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ ഇത് പക്ക CIA പ്രോജക്റ്റാണ്, അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പ്രോജക്റ്റാണ്. അതിപ്പോ പുറത്തു വന്നിട്ടുണ്ട്. കാരണം ആ OCCRP എന്ന് പറയുന്ന ഓർഗനൈസേഷനിലെ 52% പണം കൊടുക്കുന്നത് അമേരിക്കൻ സർക്കാരാണ്. അതുകൊണ്ട് ഇവർ അമേരിക്കക്കെതിരെ യാതൊന്നും ചെയ്യില്ല. എന്നാൽ അമേരിക്കയുടെ എതിരാളികളായി ഇപ്പോൾ നിലവിലുള്ള റഷ്യക്കെതിരെയും റഷ്യയുടെ സഖ്യകക്ഷികൾക്കെതിരെയും ഭാരതത്തിനെതിരെയും ഒക്കെ ഇവർ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കും. അമേരിക്കക്കെതിരെ ഒരു കാര്യവും ഇവർ മിണ്ടത്തില്ല. അതാണ് OCCRP. ഈ OCCRP ആണ് നമ്മളുടെ രാജ്യത്ത് മറ്റേ പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇവിടുത്തെ മോദി സർക്കാർ പ്രതിപക്ഷത്തിന്റെ ഫോൺ ചോർത്തി എന്നും പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാക്കിയത് 2 വർഷം മുമ്പ്. ആ വിവാദത്തിന്റെ ഫലമായിട്ട് അന്ന് പാർലമെന്റ് ദിവസങ്ങളോളം സ്തംഭിച്ച അവസ്ഥയുണ്ടായി. പാർലമെന്റ് ഒരു ദിവസം സ്തംഭിച്ചാൽ തന്നെ കോടിക്കണക്കിന് രൂപയാണ് രാജ്യത്തെ ഖജനാവിൽ നഷ്ടം വരിക. അങ്ങനെ പാർലമെന്റ് സ്തംഭിച്ചു. ഇപ്പോൾ പെഗാസസിന്റെ ഏറ്റവും അവസാനത്തെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് ഇത് ഉള്ളിൽ തൊഴിക്കുന്ന പോലായി അവസാനം ഒന്നുമില്ല, ശൂന്യമാണ്. ആരും ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. പക്ഷെ ഭാരതത്തിൽ ഒരു വളരെ ക്രൂഷ്യലായ ഒരു സമയത്ത് ഒരു കലക്കുണ്ടാക്കാൻ OCCRPക്ക് സാധിച്ചു. ഇതേ OCCRPയിലാണ് ജോർജ് സോറോസ് എന്ന് പറയുന്ന ആ ഒരു മഹാവില്ലൻ. അയാൾ അമേരിക്കൻ കോടീശ്വരനാണ്. അയാളാണ് കോടിക്കണക്കിന് രൂപ ഭാരതത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി മുടക്കിയാണ്. ഈ ജോർജ് സോറോസും ഈ OCCRPക്ക് പൈസ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ആളാണ്. ഇവിടെ സനാതന ധർമ്മത്തിന് എന്താണ് കാര്യം എന്നല്ല, ഈ ജോർജ് സോറോസിന്റെ പ്രോജക്റ്റാണ് ഈ ഭാരതത്തിനുള്ളിൽ കാസ്റ്റ് സെൻസസ് കൊണ്ടുവരിക എന്നുള്ളത്. ഇവിടെ ജാതി ഒരു വിഷയം തന്നെയാണ്. ജാതി പ്രശ്നമുണ്ട്, ജാതികൾ തമ്മിൽ സംഘടനമുണ്ട്, ജാതി വിവേചനവുമുണ്ട്. ഇല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ സനാതന ധർമ്മം എന്ന് വെച്ചാൽ, ഹിന്ദു മതം എന്ന് വെച്ചാൽ കാസ്റ്റ് മാത്രമാണ് എന്നാണ് ഇവർ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിന് വലിയ തോതിൽ അവർ പ്രചരണം കൊടുക്കുന്നുണ്ട്. അത് ഭാരതത്തിലല്ല, ഭാരതത്തിന് വെളിയിലാണ് ഈ പ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് ഭാരതത്തിനുള്ളിൽ ഒരു കാസ്റ്റ് സെൻസസ് നടത്തണം എന്നുള്ള ഐഡിയ യഥാർത്ഥത്തിൽ ജോർജ് സോറോസിന്റെയാണ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ രാഹുൽ ഗാന്ധി ഒരു ഭാരത് ജോഡോ യാത്ര നടത്തി. ആ ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം വലിയ ദൂരം സഞ്ചരിച്ച ഒരു വ്യക്തി ജോർജ് സോറോസിന്റെ ഇന്ത്യയിലെ പ്രതിനിധിയായിരുന്നു. അതിനുശേഷം ഈ കാസ്റ്റ് സെൻസസ് എന്നുള്ള ഒരു ആവശ്യം ഇന്ത്യയിലെ ഒരു വലിയ രാഷ്ട്രീയ ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഹിന്ദുക്കൾക്കിടയിലുള്ള ഈ ഒരു ഐക്യം അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കിടയിലുള്ള ഒരു സമവായം അതില്ലാതാക്കണം എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ്. ഇത് OCCRPയുടെ കാര്യം. രണ്ടാമത്തെ ഉദാഹരണം കൂടി പറയാം, ബോറടിക്കുന്നില്ല. രണ്ടാമത്തെ ഉദാഹരണം, ഒരു NCRI റിപ്പോർട്ട് ഇപ്പോൾ അമേരിക്ക പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് ഇവിടുന്ന് നിങ്ങളുടെയൊക്കെ മക്കളോ ആരെങ്കിലും ഒക്കെ അമേരിക്കയിൽ ചെന്നാൽ അവർ കടന്നു പോകേണ്ട ഒരു പ്രോഗ്രാമാണ്. ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ഇൻക്ലൂഷൻ പ്രോഗ്രാമാണ്. അതായത് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെ ഒരുമിച്ച് ചേർന്ന് ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ അവർ ജോലി ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ ഏതാണ്ട് 52% കമ്പനികളും ആ പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ, ഇത് നമ്മളുമായി ഒരു ബന്ധമുള്ള പ്രോഗ്രാമല്ല, ആ പ്രോഗ്രാമില് ഈ കുട്ടികളോടെ, അതായത് യുവ ആൾക്കാരെ ജോലിക്ക് ഇരുന്നവരോട് ചോദിച്ച ഒരു ചോദ്യം എന്താണെന്നറിയാം. അതായത് ഒരു തിവാരി എന്ന് പറയുന്ന ആളുടെ മുമ്പിൽ സത്യപ്രകാശ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജോലിക്കായി വരുന്നു. അമേരിക്കയിലാണ്, ഇന്ത്യയിലല്ല. രണ്ടും ഇന്ത്യൻ പേരുകളാണ്. ഇവർ ജോലിക്ക് വരുന്നു. സത്യപ്രകാശിന് ജോലി കിട്ടിയില്ല. കാരണം എന്തായിരിക്കും? അതാണ് ചോദ്യം. അപ്പോ സത്യപ്രകാശിനെയും തിവാരിയെയും ഭാരതത്തെയും ഒന്നും കാര്യമായിട്ട് അറിയാത്ത മറ്റ് രാജ്യങ്ങളിലുള്ളവർ നാച്ചുറലി എഴുതി സത്യപ്രകാശ് ഈസ് നോട്ട് ക്വാളിഫൈഡ് ഫോർ ദ ജോബ്, ദാറ്റ് ഈസ് വൈ ഹി ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. പക്ഷേ ചിലർ എഴുതിയ എന്താണെന്നറിയോ? തിവാരി ഒരു ബ്രാഹ്മണനാണ്,
സത്യപ്രകാശ് ഒരു മറ്റ് അന്യജാതിക്കാരനാണ്. ഒരു പക്ഷെ ആ ജാതി വിവേചനമായിരിക്കാം അയാൾക്ക് ജോലി കിട്ടാതെ പോയത്. ഏതാനും മാസങ്ങൾ മുമ്പുള്ള ഒരു വിഷയമാണ്. ഇത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ മറുപടിയാണ് അവർക്കും വേണ്ടത്. അതായത് ഭാരതം എന്നാൽ ഹിന്ദുമതമാണ്, ഹിന്ദുമതം എന്നാൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ, അമേരിക്കയാണ് യഥാർത്ഥത്തിൽ ആ നാട്ടിലുള്ള സകലമാന മനുഷ്യരെയും കൊന്നൊടുക്കി വെള്ളക്കാരന്റെ സാമ്രാജ്യം അവിടെ സ്ഥാപിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ യാത്രയിൽ ഞാൻ നിരവധി സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ ഈ വീക്കെൻഡിൽ നമുക്ക് പൈസ തരും. നമ്മളെ പൂർണ്ണമായിട്ട് സ്കോളർഷിപ്പോട് കൂടി പോയതാണ്, നമുക്ക് പൈസ കിട്ടും. ആ പൈസ ഉപയോഗിച്ച് നമുക്ക് എവിടെ വേണേലും യാത്ര ചെയ്യാം. അപ്പൊ സാറ്റർഡേ സൺഡേ അവിടെ യാത്ര ചെയ്യാം. ഞാൻ ഈ അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ സെറ്റിൽമെന്റ്, അമേരിക്കൻ ഇന്ത്യൻസ് എന്ന് വിളിക്കുന്ന അവിടുത്തെ അബോർജിൻസിന്റെ സെറ്റിൽമെന്റിൽ പോയിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണെന്നറിയോ. നമ്മൾ ഈ അമേരിക്കയിൽ കാണുന്ന ഈ പളവളപ്പൊന്നുമല്ല. വളരെ ദരിദ്രാവസ്ഥയിൽ രാവിലെ മുതൽ മദ്യപിക്കുന്ന പുരുഷന്മാര്, കഷ്ടപ്പെടുന്ന സ്ത്രീകള്, അങ്ങനെയുള്ള അവരുടെ ഒരു വലിയ സംസ്കാരത്തിന്റെ ഉടമകളായിരുന്നു ആ വ്യക്തികൾ. ആ വ്യക്തികളുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതവുമായി, അവരൊക്കെ ഈ നമ്മളിവിടെ കുരവയിടാറുണ്ട്. അവരുടെ സ്ത്രീകൾ അവരുടെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലെല്ലാം കുരവയിടുന്ന കേട്ട് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പോലെ തോന്നുന്നു. നമുക്ക് പണ്ട് ഈ കുരിയാലകളൊക്കെ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പൊ അത് അങ്ങനെ കാണാനില്ല, എല്ലാം കാവുകളിലും. അപ്പൊ ഈ കുരിയാലകളും കാവുകളെയും അനുസ്മരിപ്പിക്കുന്ന അവരുടെ പൂജാവിധികളും ഒക്കെ അവർക്കുണ്ടായിരുന്നു. ഇതെല്ലാം ഇന്ന് അവസാനിച്ചു എന്ന് മാത്രമല്ല, ഒരു സംസ്കാരത്തെ മുഴുവൻ പൂർണ്ണമായി തുടച്ചു നീക്കിയവരാണ് ഈ അമേരിക്കൻ പൗരന്മാർ, അതായത് അമേരിക്കയിലെ വെള്ളക്കാർ. പിന്നീട് അവരെ അടിമകളായിട്ട് കൊണ്ടുവന്ന ആഫ്രിക്കൻ വംശജരെയും അവർ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ബഫല്ലോ സോൾജിയർ എന്നൊക്കെയുള്ള പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ മോശമായിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്തത്. അവരാണ് ഇന്ന് ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ജാതിപരമായ ഒരു പ്രശ്നമുണ്ട്. അത് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും, അത് അതിജീവിക്കുകയും ചെയ്യും. അപ്രസക്തമാക്കുക ജാതികളെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോ രാജ്യത്ത് നടക്കുന്ന വെൽഫെയർ സ്കീംസും നമ്മൾക്ക് നടക്കുന്ന പുരോഗമന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രോഗ്രസിന് വേണ്ടി നടക്കുന്ന കാര്യങ്ങളിലും ഒന്നും ജാതി ഒരു വിഷയമല്ല. സംവരണം മറ്റൊരു വിഷയമാണ്. പക്ഷെ ജാതി അതിനകത്തൊന്നും ഒരു വിഷയമല്ല. എല്ലാവർക്കും എല്ലാം ലഭിക്കുന്ന ഒരു നയമാണ് കേന്ദ്ര സർക്കാരിന്റെ. അപ്പൊ ജാതിയെയും നമ്മൾ ഇതിലും വലിയ കൊടുങ്കാറ്റുകൾ അതിജീവിച്ച ഒരു ജനതയാണ്. പക്ഷെ ഇപ്പോൾ ജാതിയെ ഉപയോഗിച്ച് നമ്മളുടെ നാടിനെ, നമ്മളുടെ സംസ്കാരത്തെ, നമ്മളുടെ ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന നടക്കുന്നു എന്ന് അടിവരയിട്ട് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ ഇത് എന്താ പറയുക, നിങ്ങളിത് ഒരു എക്സാഗ്രേഷൻ ആണ്, നിങ്ങളിത് ഇല്ലാത്ത കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യാന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ ഭാരതത്തിനുള്ളിൽ ഇത് കണ്ടിട്ടുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞു, ഞാൻ ആസാമിൽ ജോലി ചെയ്താണ്. ആസാം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഹിന്ദു ഭൂരിപക്ഷമായ ഒരു മേഖലയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസമിലെ ഹിന്ദു ഭൂരിപക്ഷമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഭാരതത്തിന്റെ ഭാഗമായി നിലനിർത്തി പോരുന്നു. മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം വ്യാപകമായ മതമാറ്റം നടന്നു. ദേശീയതയ്ക്ക് എതിരായ പ്രസ്ഥാനങ്ങൾ ഓരോ സംസ്ഥാനത്തുമുണ്ട്. ഇവിടെ പട്ടാളത്തിലുമൊക്കെ ജോലി ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അവര് ഏതെങ്കിലുമൊക്കെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനത്ത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. മിസോറാമിലായാലും നാഗാലാൻഡിലായാലും മേഘാലയയിലായാലും ഏത് സംസ്ഥാനത്ത് ചെന്നാലും ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട്. അതെല്ലാം ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസും ഉണ്ട്, ക്രിസ്ത്യൻ മൂല്യങ്ങളുള്ള ഭീകര സംഘടനകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോ ഭാരതത്തിന് ഏറ്റവും വലിയ ഗ്യാരണ്ടി, ദേശീയ ധാരയോടെ ഒത്തുചേർക്കുന്ന ഏറ്റവും വലിയ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഈ ആസാമാണ്. ആസാമിൽ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി, ഒരു 4 പതിറ്റാണ്ടുകൾ 5 പതിറ്റാണ്ടുകളായി ആസാമിൽ ഉണ്ടായ കുടിയേറ്റം എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നു. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞങ്ങളൊക്കെ അന്ന് വളരെ ജൂനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണ്. നമ്മൾ സ്ഥിരം റിപ്പോർട്ട് എഴുതുമായിരുന്നു, സ്ഥിരം റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു ആക്ഷനും ഉണ്ടായില്ല. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, വെറും 20 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് അന്ന് ഇന്ത്യൻ പൗരനാവാൻ സാധിക്കുമായിരുന്നു. ഞാൻ 90കളുടെ കാര്യമാണ് പറയുന്നത്. ബംഗ്ലാദേശ് അതിർത്തി കടക്കുമ്പോൾ ബംഗ്ലാദേശിലെ റൈഫിൾസിന്, അതായത് അതിർത്തി കടക്കുന്ന അവരുടെ പാരാമിലിറ്ററി ഫോഴ്സിന് 10 രൂപ കൊടുക്കുക ആൾക്കൊന്ന്. ഇന്ത്യയിലേക്ക് കയറുമ്പോൾ ഇന്ത്യയുടെ BSFന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരാ പാരാമിലിറ്ററി നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർക്കും 10 രൂപ. ഇതൊക്കെ ഏജന്റ് ഉണ്ട്.
അങ്ങനെ 10 രൂപ കൊടുത്താൽ ഒരാൾ ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലെത്തും. ഈ 20 രൂപ കൊടുത്ത് ഇവിടെ എത്തുന്നവനെ കൃത്യമായി സ്വീകരിക്കാനും അവനെ സെറ്റിൽമെന്റിൽ കൊണ്ടുവിടാനും ആളുണ്ട്. 6 മാസത്തിനുള്ളിൽ അവന് റേഷൻ കാർഡ് കിട്ടില്ല. 6 മാസത്തിനുള്ളിൽ റേഷൻ കാർഡ് കിട്ടും. 1 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ വോട്ടവകാശവും കിട്ടും. അവൻ ഇന്ത്യൻ പൗരനായി. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഭാരതത്തിനുള്ളിൽ നുഴഞ്ഞു കയറിയത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഓഗസ്റ്റ് 15 അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാസ് ശർമ്മയുടെ പ്രസംഗം യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേട്ടു നോക്കുക. 13 ജില്ലകളിൽ അവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷം ഇല്ലാതായിരിക്കുന്നു. 13 ജില്ലകളിൽ ഹിന്ദു ഭൂരിപക്ഷമായിരുന്ന 13 ജില്ലകൾ അങ്ങനെ അല്ലാതായി മാറിയിരിക്കുന്നു. അവിടെയെല്ലാം രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള മിലിറ്റൻസ് കയറുന്നു. വലിയ തോതിൽ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് അവിടെ വേരുറപ്പിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ഭാരതമല്ല, ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് അവിടെ വേരുറപ്പിക്കുന്നു. ഇത് അസമിൽ നിന്നുള്ള റിപ്പോർട്ട്. ഇനി കശ്മീർ നോക്കുക. കശ്മീരിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ നാട്ടിൽ ജീവിക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള വ്യക്തികളെയാണ് അവിടെ നിന്ന് ആട്ടിപ്പായിച്ചത്. എൻ്റെ കൂടെ ഇന്റലിജൻസിൽ എൻ്റെ ഒരു ബാച്ച്മേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം വക്കീലായ ശേഷം ഡിപ്പാർട്ട്മെന്റിൽ വന്ന ആളാണ്. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അച്ഛനൊരു കശ്മീരിലെ ശ്രീനഗർ നഗരത്തിനുള്ളിൽ അവർക്കൊരു വലിയ ബംഗ്ലാവ് പോലെ ഒരു വീടുണ്ട്. അദ്ദേഹം അവിടുത്തെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ മറ്റെന്തോ ഒരു ജോലിയും ചെയ്തിരുന്നു. ഇദ്ദേഹം അവിടെ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പാല് കൊണ്ടുവരാൻ വരുന്ന ആൾക്കാർ ഉൾപ്പെട്ട ഒരു സംഘമാണ് അദ്ദേഹത്തെ കാണാനായിട്ട് ഒരു ദിവസം വൈകുന്നേരം എത്തിയിട്ട് പറയുന്നത്, നിങ്ങൾക്ക് 24 മണിക്കൂർ സമയം തരുന്നു, സ്ഥലം കാലിയാക്കുക. എന്നിട്ട് ആ മനുഷ്യനോട് അവർ പറഞ്ഞത്, അങ്ങേർക്ക് അന്ന് തന്നെ 70 വയസ്സോളം അടുപ്പിച്ചുണ്ട്. ആ മനുഷ്യനോട് അവർ പറഞ്ഞത്, ആ മാസ്റ്റർ ജി ഹേ ഇസ്ലിയെ ഹം ആപ്കോ ബോൾ രഹേ ഹൈ, നഹീ തോ ആപ്കോ പതാ ഹൈ ക്യാ ഹോഗ. അതായത് നിങ്ങൾ മാസ്റ്റർ ജി ആയതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു. ഇനി നിങ്ങളല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ എന്താ ഉണ്ടാവുക. ആ മനുഷ്യൻ 3 പെൺമക്കള്, ഭാര്യ, ഇവരെയൊക്കെ കൂട്ടിയിട്ട് രായ്ക്ക് രാമാനം ഡൽഹിയിലെത്തി, അവിടുന്ന് ബോംബെയിലെത്തി. അതായത് ഈ കശ്മീരിലെ അവർക്ക് ശ്രീനഗറിൽ വീടുണ്ടായിരുന്നു, പഹൽഗാമിൽ മറ്റൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു, വേനൽക്കാല വസതി എന്നൊക്കെ പറയുന്നത്. അത്ര പൈസയുള്ള ആൾക്കാരാണ്. ഈ മനുഷ്യനാണ് ബോംബെ ചെന്നിട്ട് 3 ബെഡ്റൂമോ 2 ബെഡ്റൂമോ ഉള്ള ഫ്ലാറ്റില് അവിടുത്തെ ചൂടി കിടന്ന് മരിച്ചത്. അയാൾ ചെയ്ത കുറ്റം എന്താണ്? അയാൾ ചെയ്ത കുറ്റം ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അയാൾ ഹിന്ദുവാണ്. അസമിൽ ഈ പറയുന്ന ജില്ലകളിലെല്ലാം ഹിന്ദുക്കൾ ഇപ്പോൾ ന്യൂനപക്ഷമാണ് എന്ന് മാത്രമല്ല വളരെ മാർജിനലൈസ്ഡ് ആണ്. ഇനി കേരളത്തിലേക്ക് വന്ന ഈ 2 സംസ്ഥാനങ്ങൾ തന്നെ നമുക്ക് വലിയ ഉദാഹരണമാണ്. പരിവർത്തനം ഉണ്ടാകാം, എപ്പോ വേണമെങ്കിലും ഉണ്ടാകും. ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ വിഷയങ്ങളും, പക്ഷെ അദൃശ്യമായ അധിനിവേശമാണ് ഇവിടെ കൂടുതൽ നടക്കുന്നത്. നമ്മൾ അറിയുന്നില്ല, നമ്മളുടെ കാൽച്ചോട്ടിലെ മണ്ണിങ്ങനെ ഒലിച്ചു പോകുന്നു. അസാമിനെ കുറിച്ച് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട്, ഞാനന്ന് അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ ഉൾഫ എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയൊക്കെ വന്നത്. ഈ ഉൾഫ തീവ്രവാദി സംഘടന എന്ന് പറയുന്നത് അവർ ഹിന്ദു ഭൂരിപക്ഷമുള്ള സംഘടനയായിരുന്നു. പക്ഷെ ആ സംഘടനയ്ക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഉള്ളത് കൊണ്ട് മാത്രം ആ സംഘടന അവസാനം ബംഗ്ലാദേശിൽ ബേസ് ആക്കുകയും പാകിസ്ഥാൻ ISIയുടെ ഭാഗമായിട്ട് മാറിയിട്ട് അവർ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പരിസ്ഥിതിയാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ഏത് തരത്തിൽ വേണമെങ്കിലും ഈ മാറ്റം സംഭവിക്കാം. കേരളത്തിൽ ഈ ഇങ്ങനെ ടെററിസ്റ്റ് സംഘടനകളില്ല, ഇവിടെ തീവ്രവാദി പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനങ്ങളോ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ പറയുന്നതെല്ലാം ഇമാജിനറി ആണ് എന്ന് വിചാരിച്ചാൽ ഐ എം ടെല്ലിങ് യു, ജസ്റ്റ് വെയിറ്റ് ഫോർ അനദർ 12-15 years. ഒരു 10-15 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്കറിയാം എന്താ സംഭവിക്കാൻ. കാരണം നമ്മളുടെ, ഞാൻ ഈ പറഞ്ഞ അധിനിവേശം നമ്മളുടെ സകല മേഖലകളിലും ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ബിസിനസ് ആയിക്കോട്ടെ, ലാൻഡ് ആയിക്കോട്ടെ, കൾച്ചറൽ ജീവിതമായിക്കോട്ടെ, കലാ സാംസ്കാരിക രംഗമായിക്കോട്ടെ, എഴുത്തിന്റെയും മറ്റ് ക്രിയേറ്റിവിറ്റിയുടെയും രംഗമായിക്കോട്ടെ, ഏത് രംഗത്താണ് ഇന്ന് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രാമുഖ്യമുള്ളത്? അമ്പലങ്ങളുടെ നടത്തിപ്പിലും അല്ലെങ്കിൽ ആധ്യാത്മിക പ്രവർത്തനങ്ങളിലും മാത്രം ഒതുങ്ങേണ്ട ഒന്നാണോ നമ്മളുടെ പ്രവർത്തനങ്ങൾ? അപ്പൊ നമ്മൾ ഇത് ചിന്തിക്കണം. ഇത് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് പ്രതിരോധം സൃഷ്ടിക്കണം. ആ പ്രതിരോധം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാവും. നമ്മളുടെ യുവതലമുറയ്ക്ക് നമ്മളുടെ
സംസ്കാരത്തെക്കുറിച്ച്, സാംസ്കാരിക മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് കൃത്യമായിട്ട് ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കണം. ആ അഭിമാനബോധം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾക്ക് നമ്മളുടെ സ്വത്വം നഷ്ടപ്പെടും. നമ്മൾ കരുതുന്നതെല്ലാം, പവിത്രമെന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടും. ഇന്നിപ്പോ വഖഫിന്റെ പേരിൽ കാര്യങ്ങൾ നടക്കുന്നു. കുംഭമേള പോലും വഖഫ് ഭൂമിയിലാണ് എന്നാണ് പറയുന്നത്. നാളെ ഭാരതത്തിലെ, കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങൾ വഖഫിന്റെ മേഖലയിലാണ് എന്ന് പറയാൻ ആർക്കും മടിയുണ്ടാവില്ല, ആർക്കും അതിൽ അത്ഭുതവും ഉണ്ടാവില്ല. അയ്യോ എന്ന് പറഞ്ഞ ഒരു ഞെട്ടൽ പോലും ഇപ്പൊ നമുക്കുണ്ടാവുന്നില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഒരു ഞെട്ടൽ പോലും നമുക്കുണ്ടാവുന്നില്ല. അയ്യോ അങ്ങനൊന്നും അല്ല, നിങ്ങളെ അല്ല എന്ന് നമ്മൾ പറയും. പക്ഷെ ഇത് ഞെട്ടൽ ഉണ്ടാക്കണം. ഇത് എങ്ങനെ ക്ലെയിം ചെയ്യാൻ സാധിക്കും? ഇത് നമ്മുടെ ചരിത്രം പോയ പോക്ക് നിങ്ങൾക്കറിയാം. നമ്മുടെ ചരിത്രത്തിൽ പല വിഡ്ഢിത്തങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. അത് ഹൈന്ദവ വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇവിടെ KCHR എന്നും പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു സംഘടനയാണ്, ഗവൺമെന്റിന്റെയാണ്, കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക് റിസർച്ച്. അവര് എഴുതിയ ഇന്ത്യയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഹിന്ദു മതത്തിന് പ്രാമുഖ്യമുള്ള ഒരു ഘട്ടമില്ല. ഇവിടെ ആദ്യകാലം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ബുദ്ധിസ്റ്റ്, ജൈന വിഭാഗങ്ങളുടെ പ്രാധാന്യമുള്ള ഇതുണ്ടായിരുന്നു. ആ കാലത്ത് ഇവിടുത്തെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും ബുദ്ധ ജൈന ക്ഷേത്രങ്ങളായിരുന്നു. അതിനുശേഷം നേരെ പാലം വലിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത് ക്രിസ്ത്യൻ, മുസ്ലിം വർത്തക സംഘങ്ങളുടെ വരവിനെ കുറിച്ചും കച്ചവട സംഘങ്ങളുടെ വരവിനെ കുറിച്ചും അവർക്ക് ഇവിടെ ഉണ്ടായ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെയാണ് ചരിത്രം പറയുന്നത്. ഇതിനിടയിൽ എവിടെ ആദിശങ്കരന്റെ നാട്? ഇതിനിടയിൽ എവിടെ പരശുരാമന്റെ നാട് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. മനഃപൂർവ്വം ഒരു ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് മുസീറീസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ മുടക്കിയ ഒരു പ്രോജക്റ്റ് കൊടുങ്ങല്ലൂരിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായ ഒരു പുരോഗമനവാദിയുടെ രൂപവും ഭാവവും ഉള്ള ഒരു ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള, ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ പദ്ധതിയാണത്. ഞാൻ പേര് പറയുന്നില്ല. ആ മനുഷ്യൻ ഉണ്ടാക്കിയ പദ്ധതിയാണത്. അപ്പോൾ നമ്മുടെ ചരിത്രം നമ്മുടെ കയ്യിൽ നിന്ന് പോകണം. പിന്നെ കള്ള ചരിത്രങ്ങൾ എഴുതി ചേർക്കുന്നത്. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു മഹാക്ഷേത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നഗരത്തിൽ അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പള്ളിയുടെ പെരുന്നാളിന് വർഷങ്ങൾ മുമ്പുള്ള കാര്യം. ആ പെരുന്നാളിൽ വെറുതെ എഴുതി ചേർത്തത് എന്താണെന്നറിയോ? ആ ക്ഷേത്രത്തിലെ ഭഗവാൻ എന്ന് പറയുന്നത് ഈ പുണ്യാളന്റെ അനിയനായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരു ദിവസം ഒരു നോട്ടീസിൽ ഒരു പേര് വന്ന, ഒരു വാചകം വന്നാൽ ആരും ഒന്നും മിണ്ടിയില്ല. അടുത്ത വർഷം ആ ഒരു വാചകം ഒരു പാരഗ്രാഫായിട്ട് മാറി. വളരെ വിശദമായിട്ട് പറയുകയാണ് എങ്ങനെയാണ് പുണ്യാളൻ ദേവന്റെ ചേട്ടനായത്. ദേവന്റെ അനിയനല്ല, ദേവന്റെ ചേട്ടനായത്. അപ്പോഴാണ് ആൾക്കാർക്ക് അതിന്റെ അപകടം മനസ്സിലായത്. ആരൊക്കെയോ ചെന്ന് ബഹളം ഉണ്ടാക്കി, ആരുടെയൊക്കെ കുത്തിരി പിടിച്ചു. അങ്ങനെ ആ നോട്ടീസ് പിൻവലിച്ചു. പിന്നീടുള്ള വർഷങ്ങളിൽ അതില്ല. പക്ഷേ ഇതൊക്കെ വളരെ വളരെ ചെറിയ ചെറിയ കാര്യം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. വലിയ പ്രളയത്തിനും സുനാമിക്കും അല്ല നമ്മൾ കാത്തിരിക്കേണ്ടത്. നമ്മൾ കാത്തിരിക്കേണ്ടത് ഇത്തരം ചെറിയ സ്മോൾ ഡോസ് ഓഫ് പോയിസണിങ് ആണ്. മൈൻഡ് പോയിസണിങ് ഉണ്ട്, എല്ലാ മേഖലകളിലും ഈ പോയിസണിങ് ഉണ്ട്. ഇത് നമ്മളെ കൃത്യമായി ബാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലക്ഷ്യം? എന്തിനാണ് ഇവർക്ക് ഹിന്ദു മതത്തോട്, സനാതന ധർമ്മത്തോട് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ഇവർക്ക് ഇത്ര ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അതിനുള്ള ഉത്തരം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിനുള്ള ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. സനാതന ധർമ്മം കൊണ്ട് തന്നെയാണ് ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇന്ന് ഈ രാജ്യത്തെ കഴിഞ്ഞ 2014 മുതൽ, അന്ന് ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് മാർക്ക് സുക്കൻബർഗിന്റെ കൂടെയാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഈ രാജ്യത്തെ മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ രസകരമായ ഒരു ഉദാഹരണം. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉപമിച്ചത് ഭാരതത്തെ ഒരു ട്രെയിനിനോടാണ്. ഒരു ട്രെയിൻ മറ്റു പല രാജ്യങ്ങളും വലിപ്പം കൊണ്ട്, ജനസംഖ്യ കൊണ്ട് വളരെ ചെറുതാണ്. അതൊരു 2 വീലറാണ്. ഒരു 2 വീലറിനെ എങ്ങനെ പെട്ടെന്ന് ദിശ തിരിക്കാൻ പറ്റുമോ അതുപോലെ അതിനെ തിരിക്കാൻ സാധിക്കും. പക്ഷെ ഭാരതം എന്ന് പറയുന്ന ഇത്രയും വലിയൊരു രാജ്യമാണ്. ഇത്രയും വലിയ ജനസംഖ്യയും വൈവിധ്യവും ഉള്ള ഒരു രാജ്യം. ഈ രാജ്യത്തെ പെട്ടെന്ന് ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഒരു ട്രെയിനിന്റെ ദിശ തിരിക്കുന്ന ആ ഒരു എഫേർട്ട്, ആ ഒരു സമയം, അതിനുള്ള ശ്രമം അത് വേണം എന്നാണ് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് ഇന്ന് ഭാരതത്തിന്റെ ഒരു വലിയ മാറ്റം ഭാരതത്തിൽ നമ്മൾ ദർശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് വായിക്കുകയായിരുന്നു ഭാരതത്തിന്റെ ഈ ഇന്റർനാഷണൽ ഇന്നോവേഷൻ ലിസ്റ്റില്
ഭാരതത്തിന്റെ പേര് 81ാമതിൽ നിന്ന് 39ലേക്ക് മാറിയിരിക്കുന്നു. ഇന്നൊവേഷൻ കേന്ദ്രമായിട്ട് ഭാരതം മാറുകയാണ്. ഇവിടെ കണ്ടുപിടുത്തങ്ങളെ ഉണ്ടായിരുന്നില്ല ഇത്രയും കാലം. ശാസ്ത്രലോകത്തായാലും വാഹനത്തിന്റെ കാര്യത്തിലും പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിൽ നിന്ന് നമ്മളിപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രതിരോധ ഉപകരണങ്ങൾ വിൽക്കുന്ന, എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ഇന്നോവേഷന്റെ കാര്യത്തിൽ, നമ്മളുടെ മാൻ പവറിന്റെ കാര്യത്തിൽ, നമ്മളുടെ മറ്റേത് മേഖല എടുത്താലും, ഈവൻ ഇപ്പോൾ കളിപ്പാട്ട നിർമ്മാണം വളരെ ചെറിയ കാര്യമാണ്. തടിയിലുള്ള കളിപ്പാട്ട നിർമ്മാണത്തിൽ ഇപ്പോൾ നമ്മൾ അന്യ രാജ്യങ്ങളോട്, പ്രത്യേകിച്ച് ചൈനയോട് മത്സരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സമസ്ത മേഖലകളിലും വലിയ മാറ്റങ്ങൾ വരുന്നു. ഇന്ത്യ ഈസ് ബിക്കമിങ് എ പവർ ഹൗസ്. ഇന്ത്യ ലോകത്തെ ഒരു വൻ ശക്തിയായിട്ട് മാറും. ആ വൻ ശക്തിക്ക് തടയിടണമെങ്കിൽ, ആ വൻ ശക്തിയെ ഇല്ലാതാക്കണമെങ്കിൽ അതിന്റെ കടക്കൽ കത്തിവെക്കണം. ആ കത്തിവെക്കേണ്ട, ആ കടക്കൽ എന്ന് നമ്മൾ പറയുന്നത് അത് നമ്മളുടെ ധർമ്മമാണ്, നമ്മളുടെ ധാർമ്മിക ജീവിതമാണ്, നമ്മളുടെ മൂല്യങ്ങളാണ്, നമ്മളുടെ സനാതന മൂല്യങ്ങളാണ്. ആ സനാതന മൂല്യങ്ങൾ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ലെത്താർജിക്കാക്കണം, നമ്മളുടെ കാര്യങ്ങളിൽ മതിപ്പില്ലാത്തവരാക്കണം. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ 19ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ വെള്ളക്കാരൻ സൃഷ്ടിച്ച കുറെ തവിട്ട് നിറമുള്ള സായിപ്പന്മാരുണ്ടായിരുന്നു. കോട്ട് സൂട്ട് ഇടുക. അവർ ചിന്തയിലും ബുദ്ധിയിലും അവരുടെ രീതികളിലും ഒക്കെ നീരജ് സി ചൗധരി എന്നൊക്കെ പറയുന്ന എഴുത്തുകാരനുണ്ടായിരുന്നു. ഇവരൊക്കെ തനി സായിപ്പന്മാരാണ്. പക്ഷെ ചർമ്മത്തിന്റെ നിറം മാറ്റാൻ പറ്റില്ലാത്തതുകൊണ്ട് അത് മാറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുപോലെ നമ്മുടെ സ്വന്തം സംസ്കാരത്തിലും സ്വന്തം നിലപാടുകളിലും യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരു വിഭാഗം ജനങ്ങളെ കൊണ്ടുവരിക, കാസ്റ്റ് മാത്രമാണ് ഇപ്പോൾ പിടിക്കാൻ സാധിക്കുന്ന ഒരു വിഷയം. ആ കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഈ സനാതനധർമ്മം സൈനൈഡാണ് എന്നും സനാതനധർമ്മം വിഷമാണ് എന്നും നമ്മളുടെ മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരും തമിഴ്നാട്ടിലെ ഉപമുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത് ഇത് യാദൃച്ഛികമല്ല, ഇതൊരു വൻ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സനാതന ധർമ്മം എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റം ആണ് എന്നുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയിലൂടെ ഇവർ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ നരേറ്റീവിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു വിഷയത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്? ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെയാണ് തമിഴ്നാട്ടിലെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, സിനിമ നടൻ, അയാൾ സനാതനധർമ്മം സൈനൈഡാണെന്ന് പറയുന്നത്. ആ നമ്മുടെ ഉള്ളിൽ ഒരു അപകർഷത ബോധം ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണത്. ഇവിടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷും പറയുന്നു സനാതനധർമ്മം എന്ന് പറയുന്നത് അശ്ലീലമാണ്. എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കും? ഇവർ വേറെ ആരുടെയെങ്കിലും കാര്യത്തിൽ പറയും. നേരത്തെ ഞങ്ങളിവിടെ ദേവസ്വം ഓഫീസിൽ ഇരുന്നപ്പോ വിജയകുമാർജിയോ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്, നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അന്യമതസ്ഥരാണ്. നമ്മൾ ക്ഷേത്രത്തിൽ സ്ത്രീകൾ കയറണോ, നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ ഷർട്ട് ഇടണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരും അന്യമതസ്ഥരും മറ്റുള്ളവരുമാണ്. ക്ഷേത്രത്തിൽ ജീവിതകാലത്ത് കയറാത്തവരാണോ നമ്മൾ എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുമെന്നേ. അത് പറയാനുള്ള ആർജവം ഇന്ന് നമ്മളുടെ ചെറുപ്പക്കാർക്കുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ചെറുപ്പക്കാരാണ് അത് പറയേണ്ടത്, നമ്മളുടെയൊക്കെ തലമുറയല്ല, ചെറുപ്പക്കാരാണ് അത് പറയേണ്ടത്. അത് പറയാൻ സാധിക്കണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ഭീരുക്കളാണ്. അവർ ഇത് പറയാനും നമ്മളുടെ സംസ്കാരത്തെ, നമ്മളുടെ സമാജത്തെ പ്രതിരോധിക്കാനും നമ്മളുടെ യുവജനങ്ങൾ ഇറങ്ങി വന്നേ പറ്റുള്ളൂ. പക്ഷെ അതിന് അവരെ എക്വിപ്പ് ആക്കേണ്ടത്, അതിന് അവരെ പ്രാപ്തരാക്കേണ്ട ചുമതല നമ്മൾ ഓരോരുത്തർക്കുമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ഈ പറയുന്ന ക്രിസ്ത്യൻ, മുസ്ലിം ചെറുപ്പക്കാരെ നോക്കുക, ഒരാൾ വെറുതെ നിൽക്കുന്നില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അവർക്ക് കൗൺസിലിംഗ് ഉണ്ട്, അവർക്ക് വലിയ കൃത്യമായ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, മാരേജ് കൗൺസിലിംഗ് വരെയുണ്ട്. നമുക്ക് അങ്ങനെ എന്ത് ഏർപ്പാടാണുള്ളത്? ഒരിക്കൽ സിബി മാത്യു സാറ്, നമ്മുടെ പഴയ DGP, അദ്ദേഹം ഒരു സർവേ റിപ്പോർട്ട് എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഞെട്ടിപ്പോയെന്നാ പറയുന്നത്. അദ്ദേഹം പറയുന്നത് അന്നത്തെ കാലത്ത് ആത്മഹത്യ ചെയ്യുന്നതിൽ ഏതാണ്ട് 82% മാറ്റമാണെന്നാണ് എന്റെ കണക്ക് ഓർമ്മ, ഹിന്ദുക്കളാണ്. കാരണം ജീവിതം ഒന്ന് വഴിമുട്ടി, നമുക്കൊരു പ്രതിസന്ധി വന്നു, പോകാനോ പറയാനോ ഒരു വ്യക്തിയില്ല നമുക്ക്. ആ ഒരു സമാജത്തിൻ്റെതായ ഒരു ചട്ടക്കൂട് നമുക്കില്ല. ആ ചട്ടക്കൂട് ഇല്ലാത്തതുകൊണ്ട് നമുക്കെതിരെ വരുന്ന ഒരാക്രമണവും പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ നമുക്ക് സാധിക്കുന്നുമില്ല.
ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും ഒക്കെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന അത്രയുമെങ്കിലും സാമൂഹിക സമന്വയവും പരസ്പരം ഇടപെടലും പരസ്പരം കാണലും കൂടിച്ചേരലും ഒക്കെ അത് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ക്ഷേത്രാചാരങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. അത് മറ്റൊരു വലിയ വിഷയമാണ്, അതിനെക്കുറിച്ച് പണ്ഡിതരാണ് പറയുന്നത്. പക്ഷെ ഞാൻ അതിനെ കാണുന്ന ഒരു സോഷ്യൽ ആസ്പെക്ട്, ക്ഷേത്രങ്ങളിലെങ്കിലും ആൾക്കാർ ഒരുമിച്ചൊന്ന് കൂടുന്നുണ്ടല്ലോ. പക്ഷെ ഇതിന് കൃത്യമായ ഒരു ഘടനയില്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അപകടത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു പ്രശ്നം അവര് അതിജീവിച്ച് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ 90കളുടെ തുടക്കത്തില് ഞാൻ വാരണാസിയിൽ പോയിട്ടുണ്ടായിരുന്നു, ഡ്യൂട്ടിയുടെ ഒക്കെ ഭാഗമായിട്ട്. നമ്മൾ കാണുമ്പോൾ നമ്മുടെ നെഞ്ചു പൊട്ടും. കാരണം വാരണാസിയിൽ കാശി വിശ്വനാഥനെ കണ്ടിട്ടുള്ളവരൊക്കെ അറിയാം. നമ്മളിങ്ങനെ വലം വെച്ച് വരുമ്പോൾ തൊട്ട് മുമ്പ് ഈ പള്ളിയാണ്, മധുരയിൽ ചെന്ന് കഴിഞ്ഞാൽ പള്ളിയാണ്. നമ്മളിത് പള്ളി കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന അസഹിഷ്ണുതയല്ല പ്രശ്നം, പക്ഷെ ക്ഷേത്രം തകർത്ത് തന്നെയാണ് ആ പള്ളി വെച്ചിരിക്കുന്നതെന്ന് വളരെ സ്പഷ്ടമാണ്. ഇന്ന് അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട്, അതിനെ തിരുത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ദക്ഷിണേന്ത്യയിലെ അവസ്ഥ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ബാൾക്കനൈസേഷൻ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞു. ഭാരതത്തെ വിവിധ തുണ്ടങ്ങളായി വേർപിരിക്കാനുള്ള ഒരു വലിയ പദ്ധതി പണ്ട് മുതലേ പറയുന്നു. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിഷയം പതുക്കെ പൊക്കിക്കൊണ്ടുവരുന്നു. എനിക്ക് തോന്നുന്നത് സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഹിന്ദുമതത്തിനെതിരെ ടാർഗറ്റ് ചെയ്യുന്നത്, കേരളത്തിൽ അതുപോലെയുള്ള ആൾക്കാർ ഹിന്ദുമതം ഒരു പ്രശ്നമാണ്, ഹിന്ദുമതത്തിലെ വലിയ വിഷയങ്ങളാണ്, ഹിന്ദുമതം അശ്ലീലമാണ് എന്നൊക്കെ പറയാൻ ധൈര്യപ്പെടുന്നതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. ഇത് സനാതന ധർമ്മത്തിനെതിരെയുള്ള ആക്രമണം മാത്രമല്ല, ഇത് രാജ്യത്തിനെതിരെയുള്ള ആക്രമണം കൂടിയാണ്. അതാണ് ഞാൻ ഇത്രയും നേരം പറയാൻ ശ്രമിച്ചത്. അത് കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് തന്നെ നമ്മളുടെ പരിഹാരങ്ങളുടെ തുടക്കമാകുകയും ചെയ്യും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ 10-14 വർഷം ഇന്റലിജൻസി ജോലി ചെയ്ത വ്യക്തിയാണ്. നമ്മുടെ ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസി, വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. ഈ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ അവരുടെ ഒരു ടാഗില് ആപ്തവാക്യം നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്യമുണ്ട്. അത് ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ്. അത് മനുസ്മൃതിയിലുണ്ട്, നമ്മുടെ മഹാഭാരതത്തിലോ വനപർവത്തിലോ മറ്റോ ഉണ്ടെന്നാണ് പറയുന്നത്. ധർമ്മോ രക്ഷതി രക്ഷിത. ഞങ്ങളെയൊക്കെ ട്രെയിനിങ്ങിന്റെ സമയത്ത് ആദ്യം പഠിപ്പിക്കുന്നത് ഈ ആപ്തവാക്യമാണ്. എന്തുകൊണ്ടാണ് ഈ ആപ്തവാക്യം ഒരു രാജ്യത്തിന്റെ സുപ്രധാന ചുമതലകൾ വഹിക്കേണ്ട ഒരു ഇന്റലിജൻസ് വിഭാഗം അവരുടെ ആപ്തവാക്യമായിട്ട് സ്വീകരിച്ചത്? അത് എന്തുകൊണ്ടാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. കാരണം ധർമ്മത്തെ നമ്മൾ രക്ഷിക്കേണ്ടതാണ്, ധർമ്മം പിന്നെ നമ്മളെ രക്ഷിച്ചോളൂ. അതാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും അറിയാം. നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മളുടെ ആചാരങ്ങൾ, നമ്മളുടെ സംസ്കാരം, നമ്മളുടെ പദ്ധതികൾ, നമ്മളുടെ ജീവിത രീതികൾ, വിശ്വാസങ്ങൾ, ഇത് നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. ഇത് നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇത്രയും വിശാലമായ ഒരു വീക്ഷണമുള്ള ആരാണ് ഈ ലോകത്തുള്ളത്? നമ്മൾ മണ്ണിനെ പൂജിക്കുന്നുണ്ട്, ജലത്തെ പൂജിക്കുന്നുണ്ട്, ആകാശത്തെയും അഗ്നിയെയും വായുവിനെയും ഒക്കെ പൂജിക്കുന്നവരാണ്. നമ്മൾ കല്ലിലും മണ്ണിലും എന്തിലും ഈശ്വരാംശം കാണുന്നവരാണ്. നമ്മൾക്കുള്ള വിശാല അർത്ഥത്തിലാണോ മറ്റുള്ളവരുടെ മതവിശ്വാസം? ഇത് അഭിമാനത്തോടെ പറയാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? ആ അഭിമാനബോധം എന്തുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്നില്ല? എന്റെ ചോദ്യം അതാണ്. അപ്പോൾ ഈ അഭിമാനബോധം ഉണ്ടായാലേ, ഈ ദേവതകളെ നമ്മൾ സംരക്ഷിച്ചാലേ, ഈ ദേവചൈതന്യത്തെ നമ്മൾ സംരക്ഷിച്ചാലേ ആ ദേവതകൾ നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ. ഇത് അങ്ങനെയാണ് അതിന്റെ ഒരു യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത്. നമ്മൾ ധർമ്മത്തെ സംരക്ഷിക്കുക, ധർമ്മം നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മുമ്പിൽ കാണുന്ന അപകടത്തെ നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ അതിന്റെ ആദ്യത്തെ പ്രശ്ന പരിഹാരത്തിന്റെ ആദ്യ പടിയാണ്. ഞാൻ ഇന്നീ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനോ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാം. ഞാൻ അതിന് ഉത്തരം തരാൻ ബാധ്യസ്ഥനും. തീർച്ചയായിട്ടും ഞാനത് തരാൻ ബാധ്യസ്ഥനാണ്, ഞാനത് തരികയും ചെയ്യും. പക്ഷേ ദയവ് ചെയ്ത് ഒന്ന് ചിന്തിക്കുക. ഇതൊരു ആധ്യാത്മിക പ്രഭാഷണമായിരുന്നില്ല, രാഷ്ട്രീയ പ്രഭാഷണമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. പക്ഷെ രാഷ്ട്രത്തെ സംബന്ധിച്ചും നമ്മളുടെ ജനത്തെ സംബന്ധിച്ചും നമ്മുടെ സമാജത്തെ സംബന്ധിച്ചുമുള്ള എൻ്റെ ആശങ്കകൾ ഞാനിവിടെ പങ്കുവച്ചതാണ്. അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു.
നന്ദി, നമസ്കാരം, വന്ദേ മാതരം. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.